ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 26 അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ വലിയൊരു അധ്യായമാണ്. ഇത് മുഴുവൻ വായിക്കുവാൻ നമുക്ക് സമയമില്ലല്ലോ. 26 അധ്യായം തുടങ്ങുന്നത് ബാധ കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് 25 അധ്യായത്തിൽ മോവാബ്യ സ്ത്രീകളുമായി പരസംഗം ചെയ്തതിൻ്റെ ഫലമായി ഒരു ബാധയുണ്ടായി. അതിൽ ഏതാണ്ട് 24,000 പേർ മരിച്ച കാര്യം നമ്മൾ കണ്ടു. അതിനുശേഷം അഹ്റോൻ്റെ മകൻ എലയാസറിനോട് അതുപോലെ മോശയോടും ദൈവം സർവ്വസഭയുടെയും സെൻസസ് എടുക്കാൻ പറയുകയാണ്. 20 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവരുടെയാണ് സെൻസസ് എടുക്കുന്നത്. അത് ഓരോ ഗോത്രത്തിൻ്റെയും എടുക്കുകയാണ്. 20 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവരുടെ സെൻസസ് എടുക്കുന്നതിൻ്റെ കാരണം അവരാണ് യുദ്ധത്തിന് പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ സെൻസസ് എടുക്കുന്നത്. സംഖ്യാപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഒരു ജനസംഖ്യ കണക്കെടുത്തിരുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ. വാസ്തവത്തിൽ സംഖ്യാപുസ്തകം 2 ജനസംഖ്യാ കണക്കുകളുടെ പുസ്തകമാണ്. ആദ്യത്തേത് 2-ാം അധ്യായത്തിലും രണ്ടാമത്തേത് 26-ാം അധ്യായത്തിലുമാണ് കാണുന്നത്. ഓരോ ഗോത്രത്തിലെയും എണ്ണം വീണ്ടും എടുത്ത് അതിവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് മുഴുവൻ കൃത്യമായി വായിക്കുവാനും പറയുവാനും സമയമില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ നിവൃത്തിയില്ല. അതിലൊന്നാമത്തേത് 38 വർഷങ്ങൾക്ക് ശേഷം ജനസംഖ്യ വർദ്ധിച്ചില്ല, അത് കുറയുകയായിരുന്നു എന്നതാണ്. 1820 പേർ കുറഞ്ഞു. അത് തീർച്ചയായും ഒരു നല്ല ലക്ഷണമല്ല. എന്ന് വെച്ചാൽ അനേക ആളുകൾ മരിച്ചതുകൊണ്ടാണ് ജനസംഖ്യ കുറഞ്ഞത്. നമുക്കറിയാം, 40 വർഷം മുമ്പ് ഇന്ത്യയുടെ ജനസംഖ്യ ഇപ്പോഴുള്ളതിൻ്റെ വെറും പകുതിയായിരുന്നു. ഇരട്ടിയായി വർദ്ധിക്കേണ്ടതായിരുന്നു ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ജനസംഖ്യ കുറയുകയും ചെയ്തു. അതിൻ്റെ കാരണം നാം ചിന്തിച്ചതാണ്. ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേടും വിശ്വാസക്കുറവും മത്സരവുമെല്ലാം അവരുടെ നാശത്തിന് കാരണമായി. ഇനി ഇവരുടെ എണ്ണത്തിൽ ഏതൊക്കെ ഗോത്രങ്ങളിലാണ് വർധനയുണ്ടായത്, കുറവുണ്ടായത് എന്നൊക്കെ നോക്കിയാൽ രൂബൻ ഗോത്രത്തിൽ കുറവുണ്ടായി. ശിമിയോൻ ഗോത്രത്തിലാണ് ഏറ്റവും അധികം കുറവുണ്ടായത്. ഏതാണ്ട് 37,100 പേർ കുറഞ്ഞു. എന്നാൽ വർധനയുണ്ടായ ചില ഗോത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് മനശ്ശെ ഗോത്രത്തിൽ 20,500 പേർ അധികമുണ്ടായി. ബെന്യാമിൻ ഗോത്രത്തിൽ 10,200 പേർ കൂടി. ആശേർ ഗോത്രത്തിൽ 11,900 പേര് കൂടി. മറ്റ് ഗോത്രങ്ങളിൽ യഹൂദയിൽ 1,900, ഇസാഖാറിൽ 9,900, അങ്ങനെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മൊത്തം നോക്കിയാൽ ജനസംഖ്യ കുറയുകയാണ് ഉണ്ടായത്. ചില ഗോത്രങ്ങളിൽ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ മറ്റ് ചിലവയിൽ ജനസംഖ്യ കുറഞ്ഞു. ഇതിലേറ്റവും കൂടുതൽ ജനസംഖ്യ കുറഞ്ഞത് ശിമയോൻ ഗോത്രത്തിലാണ് എന്ന് കാണാം. ഓരോ ഗോത്രത്തെയും എണ്ണുമ്പോൾ ആ ഗോത്രത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ ഗോത്രത്തിലും എഴുതിയിട്ടില്ലെങ്കിലും ചില ഗോത്രങ്ങളുടെ കാര്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് രൂബൻ ഗോത്രത്തെക്കുറിച്ച് പറയുമ്പോൾ രൂബൻ ഗോത്രത്തിലുണ്ടായിരുന്ന ദാഥാനും അബീരാമും അവരാണ് കോരഹിനോടൊപ്പം മത്സരിച്ചത്. അവർ മുഖാന്തരം, അല്ലെങ്കിൽ അവരുടെ മത്സരം മുഖാന്തരം ചില ആളുകൾ രൂബൻ ഗോത്രത്തിൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ യഹൂദയുടെ 2 ആൺമക്കൾ അവർ വളരെ നേരത്തെ തന്നെ മരിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് യഹൂദയിൽ ജനസംഖ്യ കുറയേണ്ടതാണ്. എങ്കിലും ജനസംഖ്യ വളരെയധികം കൂടി നിൽക്കുന്നത് യഹൂദ ഗോത്രത്തിൽ തന്നെയാണ് എന്ന് കാണാം. അതുപോലെ തന്നെ ലേവി ഗോത്രത്തിൽ അഹ്റോൻ്റെ 2 പുത്രന്മാർ മരിച്ച കാര്യം ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓരോ ഗോത്രത്തിലും ഉണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ഓരോ ഗോത്രത്തിൻ്റെ എണ്ണം പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗോത്രങ്ങളെ എണ്ണുമ്പോൾ ആ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. കാരണം ലേവ്യരെ എണ്ണുന്നത് 20 വയസ്സ് മുതൽ മുകളിലേക്കല്ല, 1 മാസം പ്രായമുള്ളവർ തൊട്ട് മുകളിലേക്കാണ്. ആദ്യത്തെ ജനസംഖ്യാ കണക്കിൽ അവരുടെ എണ്ണം 20,000 ആണെങ്കിൽ രണ്ടാമത്തെ ജനസംഖ്യാ കണക്കിൽ, അതായത് 26-ാം അധ്യായത്തിലെ
ജനസംഖ്യാ കണക്കിൽ അത് 23,000 അതായത് 1000 പേരുടെ വർധന ലേവി ഗോത്രത്തിലുണ്ടായി. മാത്രമല്ല, ലേവി ഗോത്രത്തിൻ്റെ ജനസംഖ്യ കുറവായി തന്നെയാണ് എപ്പോഴും നിലനിൽക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു കാരണം ലേവി ഗോത്രക്കാരായിരുന്നു കോരഹിൻ്റെ ആളുകൾ. അപ്പോൾ കോരഹിനോട് ചേർന്ന് പല ആളുകളും മത്സരിച്ച് നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല എന്നും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ഗോത്രങ്ങളെക്കുറിച്ചും ആ ഗോത്രത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ കൂടത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി എന്തുകൊണ്ടാണ് ഈ അധ്യായം സംഖ്യാപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ദൈവം വിശ്വസ്തനാണ്. സാധാരണ ദൈവം വിശ്വസ്തനാണ് എന്ന് പറയുമ്പോൾ ആളുകൾ സ്തോത്രം പറയും. ദൈവം വിശ്വസ്തനാണല്ലോ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണല്ലോ. ശരിയാണ്, ദൈവം ഒരു കാര്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസ്തനാണ്. എന്നാൽ ദൈവം ചില മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളിലും ദൈവം വിശ്വസ്തനാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്, മിസ്രൈമിൽ നിന്നും വന്ന തലമുറയിൽ 20 വയസ്സിന് മുകളിലുള്ള ആരും കനാൻ ദേശത്ത് കടക്കുകയില്ല എന്ന്. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം പറഞ്ഞ വാക്കാണ്. 38 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ജനസംഖ്യാ കണക്കിലുണ്ടായിരുന്ന ആരുടെയും എണ്ണമെടുക്കാൻ 26-ാം അധ്യായത്തിൽ അവരുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ 26-ാം അധ്യായത്തിൽ നടന്ന ജനസംഖ്യാ കണക്ക് പുതിയ ഒരു കൂട്ടം ജനങ്ങളുടെ ആയിരുന്നു. ആദ്യത്തെ ജനസംഖ്യ കണക്കെടുപ്പിലുണ്ടായിരുന്ന ആരും ഈ 2ാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പിൽ ഇല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞ കാര്യം ദൈവം നടപ്പാക്കി. ദൈവത്തോട് മത്സരിച്ചവരെ ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് ദൈവം പാലിച്ചു. അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വസ്തരായി ഇരുന്ന 2 പേരുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അത് യോശുവയും കാലേബുമാണ്. മറ്റുള്ളവരെല്ലാവരും, ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തിനെതിരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ മത്സരിച്ചപ്പോൾ യോശുവയും കാലേബും ദൈവത്തിൽ വിശ്വസിച്ചു. അവർ വാഗ്ദത്ത നാട്ടിൽ കടക്കുമെന്ന് ദൈവം പറഞ്ഞു. അവർ വളരെ പ്രായമുള്ളവരാണ്, എന്നാൽ അവർ മരിച്ചില്ല. എത്രയോ ബാധകളുണ്ടായി, എത്രയോ ദുരന്തങ്ങളുണ്ടായി, പക്ഷെ അതിലൊന്നും അവർ കൊല്ലപ്പെട്ടില്ല. അവർ ദൈവം പറഞ്ഞതുപോലെ തന്നെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. പിന്നെ അവസാന ഭാഗത്ത് ലേവ്യ കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ അമ്രാമിനെ കുറിച്ച് പറയുന്നു. അത് മോശയുടെ അപ്പനാണ്. യോഖോബെദ് എന്ന അമ്രാമിൻ്റെ ഭാര്യ, അവർക്ക് ജനിച്ച മക്കളെക്കുറിച്ചും അവിടെ പറയുന്നു. അപ്പോൾ മോശയുടെ കുടുംബത്തെക്കുറിച്ച്, അഹ്റോൻ്റെയും മിരിയാമിൻ്റെയും കുടുംബത്തെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദൈവജനത്തെ മുഴുവൻ ഗോത്രമായി തിരിച്ച് ഓരോ ഗോത്രങ്ങളിലും എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ജനസംഖ്യാ കണക്ക്. ഈ ജനസംഖ്യാ കണക്കിൽ ദൈവം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ജനസംഖ്യ എടുത്തതിൻ്റെ ഒരു കാരണം, കൂടുതൽ ആളുകൾ ഉള്ള ഗോത്രങ്ങൾക്ക് കൂടുതൽ അവകാശം കൊടുക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് യഹൂദ ഗോത്രത്തിൽ 70,000-ത്തിലധികം ആളുകളുണ്ട്. അപ്പോൾ യഹൂദ ഗോത്രത്തിന് കൂടുതൽ സ്ഥലം കൊടുക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. കുറച്ച് ആളുകളുള്ളവർക്ക് കുറച്ച് സ്ഥലം. ഈ സ്ഥലം വീതം വെച്ച് കൊടുക്കുന്നത്, ഏത് സ്ഥലം ആർക്ക് കിട്ടുമെന്ന് വീതം വയ്ക്കുന്നത് നറുക്കിട്ടാണ്. എന്നാൽ കൂടുതൽ ജനങ്ങൾ ഉള്ള ഗോത്രങ്ങൾക്ക് കൂടുതൽ സ്ഥലം കൊടുക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. ഇത് ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. ഇന്ന് അനേക ആളുകളും ജനസംഖ്യ കുറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമുക്കുള്ള സ്വത്ത് കൊണ്ട് കുറച്ച് പേർക്ക് വീതം വെച്ചാൽ കൂടുതൽ ധനം കിട്ടുമല്ലോ എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ കണക്ക് അങ്ങനെയല്ല. ദൈവം പറയുന്നത്, കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ദൈവം കൊടുക്കും. അവർക്ക് കൂടുതൽ ദേശം ദൈവം കൊടുക്കും. അവർക്ക് കൂടുതൽ ഭവനം ദൈവം കൊടുക്കും. അവർക്ക് കൂടുതൽ ഭക്ഷണം വേണം, അത് ദൈവം കൊടുക്കും. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ, വാ കീറിയ ദൈവം വായിലിടാനുള്ളതും കൊടുക്കുമെന്ന്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ. അധികം ആളുകളുണ്ടോ, ദൈവം അവർക്ക് വേണ്ടി കരുതും.
ആ കാര്യവും ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അതുകൊണ്ട് ജനസംഖ്യ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ ദേശവും കൂടുതൽ അവകാശവും ലഭിക്കുവാൻ ഇടയായി. 26-ാം അധ്യായം ദൈവം വാക്ക് പാലിക്കുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് മനസ്സിലാക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.